ഹലോ, നിങ്ങളൊരു ഷോപ്പ് ഓണറാണ്. നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് വേറെ ഒന്നുമല്ല, എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ, ശ്രദ്ധിച്ച് കേൾക്കുക, പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ ഓൺലൈനിൽ നിന്ന് കണ്ടെത്താം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി സെയിൽ വർദ്ധിപ്പിക്കാം. ഈ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. പുതിയ വിഭാഗം കസ്റ്റമർ നിലവിലിപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കടയുടെ ബോർഡൊക്കെ കണ്ട് ഷോപ്പിൻ്റെ അകത്ത് വരുന്ന വാക്കിംഗ് കസ്റ്റമറെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അതിലധികം റിപ്പീറ്റായിട്ട് വർഷങ്ങളായിട്ട് കേട്ടും അറിഞ്ഞും പരിചയത്തിലൂടെയൊക്കെ വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും. പക്ഷേ ആ ഒരു പോയിന്റിൽ നിന്ന് ബിസിനസ് വേറൊരു പോയിന്റിലോട്ട് വളരണമെങ്കിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കടന്നു വരണം. മാർക്കറ്റിംഗ് സ്കോളേഴ്സ് ഇതിനെ വിശദീകരിച്ചാൽ കൺസിസ്റ്റൻറ്റ് ഫ്ലോ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ് എന്നാണ്. തുടർച്ചയായിട്ട് വരെയും വേണം, ആ വരവ് ഇടതടവില്ലാതെ വരെയും വേണം. ആ വരവിൽ ബ്ലോക്ക് സംഭവിക്കരുത്. ബ്ലോക്ക് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും. കസ്റ്റമേഴ്സിൻ്റെ വരവിൽ തുടർച്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെയിൽ ലഭിക്കുന്നതിലും തുടർച്ച നഷ്ടപ്പെടും. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ സെയിൽ ഉണ്ടാവും, ചില ദിവസങ്ങളിൽ സെയിൽ കുത്തനെ ഇടിയും. ചില മാസങ്ങളിലെ സെയിൽ കാണാൻ നേരത്ത് നമുക്ക് നല്ല സന്തോഷമായിരിക്കും, ചില മാസങ്ങൾ കാണാൻ നേരത്ത് കഴിഞ്ഞോ പരിപാടിയൊക്കെ തീർന്നോ എന്ന ചിന്ത വരും. ഇൻകൺസിസ്റ്റൻസി, അൺപ്രഡിക്റ്റബിലിറ്റി, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണില്ല. അടുത്ത മാസം ഇത്ര വരും എന്ന് നമുക്ക് ഏകദേശം പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകളുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സ് കടന്നു വരാത്തത് കൊണ്ടാണ്. പക്ഷേ ഷോപ്പുള്ള പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻകം കൊണ്ടുവരാത്ത മറ്റ് പല കാര്യങ്ങളിലും അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ അടുത്ത് പലരും നമ്മളുടെ സർവീസിനെ പറ്റി പറയാൻ നേരത്ത് പലരും ചോദിക്കുന്നതാണ്, നിങ്ങൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു ഷോപ്പുള്ള ഒരാൾ ഈ തുടക്ക സമയത്ത് എന്തിനാണ് ഇതിൻ്റെ എല്ലാം പുറകെ നടക്കുന്നത്? പുതിയ കസ്റ്റമർ വ്യാപകമായിട്ട് നിങ്ങളുടെ കടയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ പുതിയൊരു കട ഉണ്ടാക്കണതിനെ പറ്റിയിട്ടല്ല. നിലവിലുള്ളത് എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കാനാണ് നോക്കേണ്ടത്. കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂട്ടാനാണ് നോക്കുന്നത്. എന്നിട്ട് ആ വന്ന ഇൻകത്തിൽ നിന്നാണ് നിങ്ങൾ പുതിയ അസറ്റുകൾ ബിൽഡ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? വെറുതെ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമല്ല, അതിൻ്റെ അകത്ത് കസ്റ്റമർ വരണ്ടേ. ഷോപ്പ് ഉണ്ടാക്കിയിട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളൂ. ഇനി വെബ്സൈറ്റും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും കസ്റ്റമറെ കൊണ്ടുവരാൻ പഠിക്കുക എന്നുള്ളതാണ് ബേസ്. അത് ഓൺലൈനിലാണെങ്കിലും പുറത്തായാലും. എന്തെങ്കിലും നിങ്ങൾ വിൽക്കാൻ റെഡിയായിട്ട് കാര്യമില്ല, വാങ്ങാൻ വേണ്ടി ഒരു വിഭാഗം കടന്നു വരണ്ടേ. അപ്പോൾ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ള ഐഡിയ ആദ്യം നിങ്ങളുടെ തലയിൽ വരണം. ചില ആളുകളുടെ തലയിൽ എത്ര പറഞ്ഞു കൊടുത്താലും ഇത് മനസ്സിലാവില്ല. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാം ബിസിനസ്സിലേക്ക്, എന്നിട്ട് സെയിൽ ജനറേറ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ആ വന്ന ഇൻകത്തിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ കലാപരിപാടികളൊക്കെ ചെയ്തു. വന്നതിൽ നിന്ന്, ഉള്ളതിൽ നിന്നല്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഫൈനാൻസ് ഇതിൽ ചെറിയൊരു അറിവെങ്കിലും ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അടുത്ത് തന്നെ അത് പൂട്ടേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് പ്രതിസന്ധി സമയങ്ങളിൽ, കൊറോണ സമയത്ത് ഒരുപാട് ഷോപ്പുകൾ പൂട്ടിപ്പോയി. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലില്ലാത്തത് ശരിയാണ്. അധികം ആളുകളുടെ അടുത്തും ഒരു റിസർവ് ഫണ്ട് ഉണ്ടായിരുന്നില്ല. അവർ ആ കാശൊക്കെ എടുത്ത് മറ്റു പല രീതിയിൽ, അത് വേറെ വിഷയമാണ്, അത് വേറെ സംസാരിക്കേണ്ട വിഷയമാണ്. പലയിടത്തും അവർ സ്പെൻഡ് ചെയ്തു, വക മാറ്റി ചിലവഴിച്ച് സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് ഒരു ക്രൈസിസ് വന്നപ്പോൾ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, പരിപാടിയൊക്കെ തീർന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളടക്കമുള്ള ആളുകൾ ഇന്ന് കൂടുതൽ ടൈം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ്. നമ്മുടെ മൊബൈൽ ഫോണിലെല്ലാം എത്ര മണിക്കൂർ ഏത് ആപ്പിൽ സ്പെൻഡ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട്. ആ ഫംഗ്ഷനുള്ള ആപ്പൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് പോലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മണിക്കൂറുകൾ. അതൊരു നല്ല കാര്യമാണ് ഒരു ബിസിനസ് നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് വേണ്ട പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെയെങ്കിലും ബിസിനസ്സിലേക്ക് തുടർച്ചയായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ബിസിനസ് വളരുള്ളൂ. അല്ലാതെ ലോഗോയുടെ കളറ് പച്ച മാറ്റി നീല അടിച്ചത് കൊണ്ടോ ആനയുടെ കൊമ്പ് മാറ്റി വേറെ എന്തെങ്കിലും വല്ല കാളയുടെയോ എന്തെങ്കിലും കൊമ്പ് വെച്ചതുകൊണ്ട് അങ്ങനെയൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ലോഗോ ഒന്ന് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ആളുകൾ യൂട്യൂബിൽ ഇരുന്ന് വീഡിയോസ് ഇടുന്നുണ്ട്.
ലോഗോയുടെ കളർ ചേഞ്ച് ചെയ്തപ്പോൾ ഇത്ര കോടിയുടെ സെയിൽ വന്നു. അതൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ, ഒരു സാധാ ഷോപ്പിനെ പറ്റിയിട്ടൊന്നും അല്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ എന്തെങ്കിലും പൊടിക്കൈകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ്. നിങ്ങൾ വളരെ മൈക്രോ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെയിലിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബിഗ് ബ്രാൻഡുകൾ ചെയ്യുന്ന പോലുള്ള കലാപരിപാടികളിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിലൊട്ട് കിട്ടുകയില്ല, കാശൊട്ട് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, മാക്സിമം നമ്പർ ഓഫ് സെയിൽസ്, ഇതിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഷോപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫോ കുട്ടികളോ ആരാണോ നിങ്ങളുടെ ഷോപ്പിലേക്ക് ഇൻകം കൊണ്ടുവരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണോ അവരിത് ഇന്നത്തെ കാലത്ത് പഠിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഷോപ്പ് ഓണറാണ്, കൂടുതൽ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്കെല്ലാം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് കോൾ ചെയ്യാം, വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.